പ്രിയമുള്ളവരെ, സ്നേഹവന്ദനം. ഞാനിപ്പോൾ ആയിരിക്കുന്നത് പെരുങ്കിടവിള മേൽക്കോണം എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെ കട്ട അനുഭവിക്കുന്ന ഭവനമാണ്. ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം അവരുടെ സങ്കടകഥകൾ. ഒരു സഹോദരി, പ്രിയ സിസ്റ്റർ ബീന, അവരുടെ പ്രസവാനന്തരം കാലുകൾക്ക് ശേഷിയില്ലാതെ ഭാരപ്പെടുന്നു. അതുപോലെ ഹസ്ബൻഡ് ജോസ്, അവർ ഒത്തിരി വർഷങ്ങളായി ഉപജീവന മാർഗങ്ങൾ ചെയ്തു ജീവിച്ചു. പക്ഷേ പെട്ടെന്നുണ്ടായ ചില മാരക രോഗങ്ങളാൽ താൻ സാമ്പത്തികമായി ഭാരപ്പെടുന്നുണ്ട്. ചില 13 വർഷങ്ങളായി അവർ വല്ലാത്ത കഷ്ടതയിലാണ്. ഉപജീവന മാർഗം ചെയ്യാൻ നടക്കുന്നില്ല. കാലുകൾക്ക് ബലക്കുറവുണ്ട്. അതുപോലെ കിഡ്നി സംബന്ധമായി വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അവർ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ 3 പ്രാവശ്യം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അവർക്ക് പറ്റുന്നില്ല. സാമ്പത്തിക പ്രശ്നം കൊണ്ട് ആഴ്ച 2 പ്രാവശ്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ വിഷയങ്ങളെ നിങ്ങളോട് പങ്കുവയ്ക്കാം. നിങ്ങളവിടെ വാർത്ത കേൾക്കുക. ഓക്കെ. ഞാൻ ബീന, സ്ഥലം നെയ്യാറ്റിൻകര പെരുങ്കിടവിള മേൽക്കോണത്താണ്. ഞാൻ 12 വർഷമായി. 2ാമത്തെ പ്രസവത്തിൽ അരയ്ക്ക് കീഴെ തളർന്ന് ആദ്യം കുറച്ച് മാസം ഒരേ കിടപ്പായിരുന്നു. പിന്നെ ചികിത്സയൊക്കെ ചെയ്ത് ഇപ്പോൾ ഇരിക്കാൻ പറ്റും. 2 കുഞ്ഞുമക്കളാണ്, സ്കൂളിൽ പഠിക്കുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ് 13 വർഷമായി 2 കിഡ്നിയും ഫെയിലറായി ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസാണ് മെഡിക്കൽ കോളേജിൽ ചെയ്തു വരുന്നത്. ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ആഴ്ചയിൽ 2 ഡയാലിസിസ് മാത്രമേ ചെയ്യാൻ പറ്റുന്നുള്ളൂ. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കാലിൽ 8 സർജറി കഴിഞ്ഞു. 5-6 മാസം മെഡിക്കൽ കോളേജിലും ജനറൽ ഹോസ്പിറ്റലിലും ഒക്കെ ആയിരുന്നു. അതും ട്രീറ്റ്മെൻറ്റിലാണ്. ദിവസവും അടുത്ത ഹോസ്പിറ്റലിൽ പോയി ഡ്രസ്സ് ചെയ്യും. നടക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നിന്ന് ഓട്ടോയിലാണ് ഡയാലിസിന് പോകേണ്ടത്. അപ്പോൾ അതിനും പിന്നെ മരുന്നിനുമൊക്കെ നല്ല രൂപ ആവശ്യമാണ്. 2 കുഞ്ഞുമക്കൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. എത്ര വർഷമായി ഇത് നടക്കാൻ പറ്റാതായിട്ട്? 12 വർഷം. 12 വർഷം. രണ്ടാമത്തെ പ്രസവത്തിലാണ് ഞാൻ നടക്കാൻ പറ്റാതെ ആയത്. പ്രസവ സംബന്ധമായിട്ട് സിസേറിയനായിരുന്നു. അരയ്ക്ക് കീഴെ ഫുള്ളായിട്ട് അങ്ങ് തളർന്നു. 2 കാലും ചലനമില്ല. പാദവും ഫുള്ള് 2 കാലും അരയ്ക്ക് കീഴോട്ട് ഒട്ടും ചലനമില്ല, ചലനശേഷിയില്ല. ഇങ്ങനെ ഇരിക്കാൻ പറ്റും, തറയിലൂടെ ഇരുന്ന് നരങ്ങാൻ പറ്റും, വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റും. അതാണ് എൻ്റെ അവസ്ഥ. കിഡ്നിയുടെ എത്ര വർഷമായി? കിഡ്നി 13 വർഷമായി. 13 വർഷമായി. ഇത് എന്തൊരു ആക്സിഡന്റ് ഏതാണ്? ആക്സിഡന്റ് അല്ല, ഇത് ഒന്ന് വലിച്ചു കൂടിയതാണ്. നീരായിരുന്നു. ഡയാലിസിസ് ചെയ്യുന്നതുകൊണ്ട് കാലിൽ എപ്പോഴും ഇങ്ങനെ നല്ല നീരായിരിക്കും. അപ്പോൾ അത് ഇൻഫെക്ഷനായി അങ്ങനെ ഫുള്ള് പഴുത്ത് 8 സർജറിയോളം കഴിഞ്ഞു. കാല് മുറിക്കണേ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പിന്നെ അത് ദൈവകൃപ കൊണ്ട് ഇത്രമേൽ ആയി ട്രീറ്റ്മെൻറ്റിൽ. സാമ്പത്തിക വേറെ വഴിയൊന്നുമില്ല? ഇല്ല, വേറെ വഴിയൊന്നുമില്ല. ഞങ്ങൾ വേറെ എൻ്റെ പപ്പയും അമ്മയും ഞങ്ങളോടൊപ്പമാണ്. അവർ നല്ല വയസ്സായി. അവർ സമതായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ പുള്ളിക്കാരൻ ജോലി ചെയ്യാൻ പറ്റുന്നില്ല? ഇല്ല. ഞങ്ങൾ ഹസ്ബൻഡ് ജോലി ചെയ്യാതെ ആയിട്ട് എത്ര വർഷമായി? ഇപ്പൊ 13 വർഷമായി. ഡയാലിസിസ് കിഡ്നി മാറ്റിക്കൽ ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. കിഡ്നി മാറ്റി വെച്ചു, പക്ഷെ അത് വിജയിച്ചില്ല. 13 വർഷമായിട്ട് പുള്ളിക്കാരൻ ജോലിക്കൊന്നും പറ്റുന്നില്ല. ഇല്ല. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ആരൊക്കെ സഹായിച്ചൊക്കെയാണ് ചെയ്യുന്നത്? ഒത്തിരി ദേവദാസന്മാരും അങ്ങനെ ഒത്തിരി പേരൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. വിദ്യാഭ്യാസത്തിനായ എല്ലാത്തിനും അങ്ങനെയൊക്കെയാണ്. ആഹാര കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോകുന്നത്. ഓക്കെ. പ്രിയമുള്ള, ഇതാണ് അവരുടെ ദയനീയമായ അവസ്ഥ. അവർ പറഞ്ഞു വിട്ടു എങ്കിലും അവർക്ക് പറയുന്നതിനേക്കാൾ അപ്പുറമാണ് നേരിട്ട് അവിടെ കാണുമ്പോൾ അവിടെ അവസ്ഥകൾ കാണുന്നത് സാധിക്കുന്നത്. എസ്പെഷ്യലി ആ സഹോദരി വർഷങ്ങളായി അരയ്ക്ക് താഴ്പോട്ട് നടക്കാൻ പറ്റുന്നില്ല, ചലനമില്ല. അറിയാം, ഒരു ജോലി പോലും ചെയ്യാൻ പറ്റുന്നില്ല. ആ സഹോദരൻ്റെ കേസ് അറിയാം. ആഴ്ചയിൽ 3 ഡയാലിസിസാണ്. പക്ഷേ ഇപ്പോൾ സാമ്പത്തിക പ്രശ്നം കൊണ്ടാണ് 2 ഡയാലിസിസ് ഒതുങ്ങിയിരിക്കുന്നത്. അതിലൊത്തിരി സാമ്പത്തിക ആവശ്യമാണ്. ഇതുവരെ പലരും സഹായിച്ചൊക്കെയാണ് അവർ ജീവിച്ചു പോയത്. നിങ്ങൾ 2 കുഞ്ഞുങ്ങൾ വളർത്തണം. അപ്പോൾ നമ്മൾ പലരും സഹായിച്ചു, പല വീടും ചെയ്തു, പലരും സഹായിച്ചിട്ടാണ് പല ജീവിതങ്ങൾക്ക് നമുക്ക് കരകയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഈ വീഡിയോ സ്വീകരിക്കുക മാത്രമല്ല, 100 രൂപയാണ്, 500 രൂപയാണ്, നിങ്ങൾ കഴിയുന്ന സഹായം അവിടെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഡിസ്പ്ലേയിലും കൊടുക്കാം. നിങ്ങൾ അവരെ കൈവിടരുത്, അവരെ സഹായിക്കണം. നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടാലേ അവരുടെ അവസ്ഥ മനസ്സിലാകത്തുള്ളൂ. ഞാൻ വന്ന് കണ്ടു, അവർ പറയുന്ന കാര്യങ്ങളേക്കാൾ അപ്പുറമാണ് ദയനീയ അവസ്ഥ. സോ പ്ലീസ് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ.